ഹായ് കുട്ടികളെ, മാതാപിതാക്കളെ, നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കള്ളക്കളികൾ വീണ്ടും തുടരുകയാണ്. ഇന്ന് പുതുക്കിയ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരുന്ന NTA അതിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം കൂടി എടുത്ത് മാത്രമേ പുതിയ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള അറിയിപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ നീറ്റ് എക്സാം 2024 തുടങ്ങിയത് മുതൽ, ചോദ്യപേപ്പർ ചോർന്നത് മുതൽ ഈ എക്സാമിനേഷൻ ആകെ അലങ്കോലമായിട്ടാണ് നടത്തപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 24 ലക്ഷം കുട്ടികളുടെ ഭാവിയാണ് രാജ്യമൊട്ടാകെ ഈ NTA നശിപ്പിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വ്യാപകമായ പരാതികൾ കുട്ടികളുടെ സൈഡിൽ നിന്നും, പേരൻസിൻ്റെ സൈഡിൽ നിന്നും, പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നതിനാൽ CBIക്ക് ഉൾപ്പെടെ ഈ ഒരു കേസിൽ ഇടപെടേണ്ടതായിട്ട് വരികയും കേസ് രജിസ്റ്റർ ചെയ്യുകയും വ്യാപകമായ അറസ്റ്റുകൾ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ ഉണ്ടാവുകയും NTAയുടെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിൽ നിന്ന് പിരിച്ചുവിടേണ്ടതുമായ അവസ്ഥ ആണ് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടിയന്തര പ്രാധാന്യത്തോടുകൂടി മൾട്ടിപ്പിൾ ഹിയറിംഗ്സ് വെക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയും കോടതി ഇതിൽ വ്യാപകമായ ഒരു സ്റ്റഡി നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പല ഗൈഡ് ലൈൻസും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. ഇതിൽ ഒന്നാമത്തെ ഒരു ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാപകമായി കുട്ടികളും മാതാപിതാക്കളും നീറ്റ് എക്സാമിനേഷൻ വേണം എന്ന് ആവശ്യം ഉന്നയിച്ചു എങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തിയിട്ടില്ല എന്നുള്ള അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് സ്വീകരിച്ച് കോടതി നീറ്റ് എക്സാമിനേഷൻ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശരിക്കും നീറ്റ് എക്സാം വേണ്ട എന്നുള്ളത് മാത്രമല്ല, ഇനി ഒരു എക്സാമിനേഷൻ നടത്തുന്നത് ഈ ആദ്യത്തെ എക്സാമിൽ പ്രിപ്പയർ ചെയ്ത് എഴുതി റാങ്ക് നേടിയ കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയായിരിക്കും എന്നുള്ളതിനാലാണ് കോടതി ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ ഇപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കോടതി NTAക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതിനാൽ തന്നെ NTAക്ക് പഴയ റാങ്ക് ലിസ്റ്റ് അപ്പാടെ എടുത്തു കളഞ്ഞ് പുതിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ട ഗതികേടിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പുതിയ റാങ്ക് ലിസ്റ്റ് മേക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം NTA പബ്ലിഷ് ചെയ്തിരുന്ന റാങ്ക് ലിസ്റ്റിൽ 67 കുട്ടികളാണ് ഓൾ ഇന്ത്യ ലെവലിൽ 720-ൽ 720 മാർക്ക് എടുത്ത് 1ാം റാങ്കുകാരായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ 67 കുട്ടികൾ 1ാം റാങ്കുകാരായിട്ട് വന്നിട്ടുള്ളതിൽ പല സെൻറ്റേഴ്സിലും ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തിയ സെൻറ്ററുകളിൽ നീറ്റ് എക്സാമിനേഷൻ നടത്തുകയും ആ കുട്ടികൾ ആരും ഈ 720 മാർക്കിലേക്ക് 2ാമത് എക്സാം എഴുതിയപ്പോൾ എത്തിച്ചേർന്നതുമില്ല. അപ്പോൾ അതിനാൽ തന്നെ അത്രയും 720 മാർക്ക് നേടിയ 1ാം റാങ്കുകാർ നമ്മുടെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അപ്പോൾ തന്നെ ഒഴിവായിട്ടുള്ളതാണ്. ഇനി ഇത് കൂടാതെ തന്നെ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിൽ, ഫിസിക്സ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിൽ 2 ആൻസറുകൾ ശരി ഉത്തരമായി NTA പ്രഖ്യാപിക്കുകയും ഈ 2 ആൻസറുകളിൽ ഏത് ആൻസർ മാർക്ക് ചെയ്താലും അതിന് ശരി ഉത്തരമായി പരിഗണിച്ച് ആ കുട്ടികൾക്ക് എല്ലാവർക്കും NTA മാർക്ക് നൽകിയിട്ടുള്ളതുമാണ്. എന്നാൽ സുപ്രീം കോടതി ഈ ക്വസ്റ്റ്യൻ പരിശോധിക്കുകയും അതിൽ ഓപ്ഷൻ D മാത്രം ശരി ഉത്തരമാണെന്നും മറ്റ് ഓപ്ഷനുകളൊന്നും ശരി ഉത്തരമായി പരിഗണിക്കാൻ പാടില്ല എന്നും വിധിന്യായത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതിനാൽ 44 കുട്ടികൾ കൂടി ഓൾ ഇന്ത്യ റാങ്ക് നമ്പർ 1 പൊസിഷനിൽ നിന്ന് പുറത്താകുന്നതാണ്. ഈ 44 കുട്ടികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ കുട്ടികൾ 2 ഉത്തരങ്ങളിൽ ഒരു ഉത്തരം എഴുതിയവരും ആ ഉത്തരം സുപ്രീം കോടതി ഒഴിവാക്കിയ ഉത്തരത്തിൽ വന്ന കൂട്ടത്തിലുള്ളതുമാണ്. അതിനാൽ തന്നെ അവർക്ക് ആ മാർക്ക് നൽകുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കാം? ഈ 720 മാർക്ക് നേടിയ കുട്ടികളുടെ മാർക്കുകൾ 715 മാർക്കിലേക്ക് താഴ്ത്തേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് ഈ 44 കുട്ടികളുടെ മാർക്ക് 720-ൽ നിന്ന് 715-ലേക്ക് താഴ്ത്തുന്നതാണ്. അപ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി 720 മാർക്കും എടുത്ത കുറച്ച് കുട്ടികൾ 1ാം റാങ്കുകാരായിട്ട് വരും. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റിൽ 716 മാർക്ക് നേടിയ കുട്ടികളും ഉള്ളതാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 715 മാർക്കിലേക്ക് താഴ്ത്തപ്പെടുന്ന കുട്ടികൾ 716 മാർക്ക് എടുത്ത കുട്ടികൾക്ക് താഴെ പോവുകയും അവർ ഏകദേശം 100 റാങ്കുകൾക്ക് താഴേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും. അതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷം വന്ന NTAയുടെ ജനറൽ കാറ്റഗറി, PH കാറ്റഗറി കട്ട് ഓഫിൻ്റെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 720-137 ആയിരുന്നു. ഈ വർഷം NTA പബ്ലിഷ് ചെയ്തിട്ടുള്ള നീറ്റ് UG റാങ്ക് ലിസ്റ്റിൻ്റെ മാർക്ക് ബാൻഡ് എന്ന് പറയുന്നത് 720-164 ആണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ മാർക്കുകൾ കുറയ്ക്കുമ്പോൾ ഈ മാർക്ക് ബാൻഡിലും കാര്യമായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഏകദേശം 24 ലക്ഷത്തോളം കുട്ടികളുടെ ലൈഫാണ് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് NTA ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. ഇതിനാൽ തന്നെ ഒരു മെഡിക്കൽ കോളേജുകളിലേക്കും കൗൺസിലിങ്ങോ അങ്ങനെയുള്ള പ്രോസസ്സുകളോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് മെറിറ്റ് ലിസ്റ്റ് വരാത്തതിനാൽ ഇനി 2 ദിവസത്തിനകം പുതിയ മെറിറ്റ് ലിസ്റ്റ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൗൺസിലിംഗ് പ്രോസസ്സുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നീറ്റിൻ്റെ
നീറ്റിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആയതിനാലും സംസ്ഥാന തലത്തിൽ വേറെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനുകളൊന്നും നടക്കാത്തതിനാലും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ കീം എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും അഡ്മിഷൻസ് നടത്താനായി നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ കേരളത്തിലും എൻട്രൻസുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് നടപടികൾ ഇതുവരെയും തുടങ്ങാനാവാത്ത അവസ്ഥയിലാണ്. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഉപകാരപ്പെടുന്ന ഈ വീഡിയോകൾ കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് അപ്പോൾ തന്നെ ലഭിക്കുവാനായിട്ട് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പുതിയ നീറ്റ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.